ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞായിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം നേടാനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് ഏതെങ്കിലും ഉണ്ടായിരുന്നാൽ മതി. നിങ്ങളുടെ ആ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈല് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയിരിക്കണം. ഫേസ്ബുക്കിൻ്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ആ പ്രൊഫൈലിനെ പ്രൊഫഷണൽ മോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അതിനകത്ത് തന്നെ മോണിറ്റൈസേഷൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ട് അത് ഐ ആം ഇൻട്രസ്റ്റഡ് എന്നുള്ളത് സെലക്ട് ചെയ്തിടുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പോസ്റ്റിന് റീച്ച് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ബോണസ് ഓപ്ഷൻ എനേബിൾ ആവും. ബോണസ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടുന്ന പോസ്റ്റുകളുടെ ആ ഒരു റീച്ചിനനുസരിച്ച് ഫേസ്ബുക്ക് നമുക്ക് ക്യാഷ് തരുന്ന ആ ഒരു സിസ്റ്റമാണ് ഈ ബോണസ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആഡ്സ് ഓൺ റീൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ റീലുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ആഡ് വരും. അതിൻ്റെ ഒരു റവന്യൂ നമുക്ക് കിട്ടും. യൂട്യൂബിനകത്തൊക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോലെ. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് ഈ ബോണസ് ഓപ്ഷനാണ്. കാരണം ബോണസ് ഓപ്ഷനകത്ത് നമുക്ക് വലിയൊരു എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ബോണസിനകത്ത് സാധാ പോസ്റ്റ് ഇപ്പോൾ ടൈപ്പ് ചെയ്തിടുന്ന പോസ്റ്റുകൾ ഇട്ടാൽ കിട്ടും, ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ കിട്ടും, വീഡിയോസ് ഇട്ടാൽ കിട്ടും. എന്ത് കാര്യം അപ്ലോഡ് ചെയ്താലും കോപ്പിറൈറ്റോ അല്ലെങ്കിൽ മറ്റേ അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എഗെയിൻസ്റ്റ് അല്ലാത്ത എന്ത് കാര്യം ഇട്ടാലും നിങ്ങൾക്ക് അതിന് ഇപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പ്രൊഫഷണൽ മോഡ് എനേബിൾ ആക്കുക. ഈ പറഞ്ഞ മോണിറ്റൈസേഷൻ്റെ എല്ലാ ഓപ്ഷൻസും എനേബിൾ ചെയ്തിടുക. എന്നിട്ട് കണ്ടിന്യൂസ്ലി ആക്റ്റീവ് ആവുക. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിനകത്ത് പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു മിനിമം ഒരു 10 പോസ്റ്റ് വെച്ചെങ്കിലും ഒരു കൃത്യമായ ഇടവേളകളിൽ 10-15 പോസ്റ്റെങ്കിലും ഒക്കെ ഡെയിലി ഇടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആവും. എനേബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഡോളറായിട്ടായിരിക്കും കിട്ടുക. അത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇത്തരത്തിൽ ഡോളറുകൾ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡോളർ കിട്ടാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഇടുന്ന കുറേ ടീംസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് വലിയൊരു എഫർട്ടൊന്നും ഇല്ലാതെ തന്നെ നല്ലൊരു വരുമാനം ഇന്ന് നേടിയെടുക്കാൻ സാധിക്കും. ഓൺലൈനിൽ നിന്നും വീട്ടിൽ ഇരുന്നുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നൊരു കാര്യമാണിത്. എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് യൂട്യൂബ് മാത്രമല്ല ഈ ഒരു പ്ലാറ്റ്ഫോമായിട്ട് കാണാൻ പറ്റുക. ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിനേക്കാൾ കൂടുതൽ നമുക്ക് വരുമാനം നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫേസ്ബുക്ക് യൂട്യൂബ് മാത്രമല്ല ട്വിറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് മോണിറ്റൈസേഷൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഫേസ്ബുക്കിനകത്ത് എല്ലാവരും എന്താ പറയുക, ഇത് ഏണിങ്സ് നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അത്യാവശ്യം റീച്ചുള്ളൊരു അക്കൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം മാസം എങ്ങനെ പോയാലും ഒരു 5 അക്കസംഖ്യ എങ്ങനെ പോയാലും നമുക്ക് ഇന്നും ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം.